ഈ അപകടം നടക്കുന്നതിന് 20 മിനിറ്റ് മുൻപാണ് ബിജുവും സന്ധ്യയും കൂടി ആ തറവാട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരാം എന്ന വീട്ടുകാരോട് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ അവരിവിടെ എത്തി അധികം സമയം വൈകാതെ തന്നെ വലിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ബന്ധുക്കളടക്കം ഓടിയെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഈ വീടിന് മുകളിലേക്ക് വലിയ മൺകൂമ്പാരം വന്ന് മൂടിയിരിക്കുന്നതും അകത്ത് നിന്ന് സന്ധ്യയുടെ ഉച്ചത്തിലുള്ള നിലവിളിയുമാണ് കേൾക്കാൻ കഴിഞ്ഞതെന്നതാണ് ബിജുവിൻ്റെ സഹോദരി പറഞ്ഞത്. അത്തരത്തിൽ ഈ നാട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു ഇരുനില വീടുണ്ടായിരുന്നു. ആ ഇരുനില വീട് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. ആ വീട്ടിലുള്ള താമസക്കാരെല്ലാം തന്നെ നേരത്തെ ഇവിടെ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വലിയ വീടായിരുന്നു. 2 നിലയുള്ളൊരു വീടായിരുന്നു. ആ വീട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നേരം പുലർന്ന് നല്ല വെളിച്ചമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ എത്രമാത്രം വലിയ മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നത് ആ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ പോയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകുകയും ചെയ്യും. മരിച്ച ബിജുവിൻ്റെ സഹോദരിയാണ് അല്പസമയം മുമ്പ് നമ്മളടുത്ത് സംസാരിച്ചത്. പ്രതീക്ഷിതമായുണ്ടായ വലിയ ദുരന്തം അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് ആ സഹോദരി പറഞ്ഞത്. അവരാ വീട്ടിലേക്ക് വന്നിട്ട്, ബിജുവും സന്ധ്യയും ആ ഒരു വീട്ടിലേക്ക് വന്നിട്ടൊരു 20 മിനിറ്റിനകത്ത് വെച്ചിട്ട് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നു. അതിനിടയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. നോക്കൂ, ഈ ഒരു വെളിച്ചം വീഴുന്തോറും ആ ഒരു മണ്ണിടിച്ചിൽ, അതിൻ്റെ ആഘാതം അത് എത്രത്തോളം വലുതാണ് എന്ന് തെളിയിച്ചു തരുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം, അതിനൊടുവിൽ ഇരുവരെയും ജീവനോടെ പുറത്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സന്ധ്യ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ബിജു മരണപ്പെടുന്നു. അതൊരു വേദനിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആ സഹോദരി പറഞ്ഞത് വെച്ചിട്ടൊരു 9:45, 10 ആ ഒരു സമയത്തിനകമെന്ന് പറയുന്നു. ഈ ഒരു 10:30 സമയത്തിനകത്തായിട്ടാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. മഴയില്ലായിരുന്നു, അതാണ് എടുത്തു പറയേണ്ടത്. മഴയില്ലാത്തൊരു സമയമായിരുന്നു. അശാസ്ത്രീയ നിർമ്മാണമാണ് നടക്കുന്നത് എന്നുള്ളൊരു വലിയ പരാതി അത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പോലും ഉയരുന്നതാണ്. അങ്ങനെ അത്രത്തോളം ദൃശ്യങ്ങളിൽ നിന്നും നല്ല രീതിയിൽ വ്യക്തമാണ് എത്രത്തോളം വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അതാണ് വീടുകൾക്ക് മുകളിലേക്ക് വന്ന് പതിച്ചത്. ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇടുക്കി അടിമാലിയിലാണ് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. കൂമൻപാറ ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. രാത്രി 10:30 ഏകദേശം ആ ഒരു സമയത്തോടെയാണ് 6 വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത്. പുലർച്ചെ 4:50 ബിജുവിനെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പോലും പുറത്തെടുക്കാനായത്. പക്ഷെ അപ്പോഴത്തേക്കും ജീവൻ രക്ഷിക്കാനായില്ല. ബിജുവിൻ്റെ ഭാര്യ സന്ധ്യയെ പുലർച്ചെ 3:30 സമയത്തോടു കൂടിയാണ് ദൗത്യസംഘം രക്ഷപ്പെടുത്തുന്നത്. ഈ അപകടത്തിൽ സന്ധ്യയുടെ കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം അവരെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒരു 22 കുടുംബങ്ങൾ അവരെ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നേരത്തെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് നോക്കൂ, ആ തകർന്ന് കിടക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. അത്രത്തോളം വലിയ രീതിയിൽ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു.